നമസ്കാരം. വന്ദേ ഭാരത് ഇന്ന് കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ. ജലാശയിലേറി മലയാളികൾ നാട്ടിലേക്ക്. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്നലെ പ്രവാസികളുമായി ഇന്ത്യയിലെത്തിയത് 6 വിമാനങ്ങൾ. കേരളത്തിൽ ഇന്നലെ കൊച്ചിയിലും കോഴിക്കോട്ടുമായി എത്തിയത് 325 പേർ. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ 2ാം ഘട്ടത്തിൽ ഈ മാസം 15 മുതൽ റഷ്യയും യൂറോപ്പും. ഇന്ന് കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ. മാലദ്വീപിൽ നിന്ന് 698 പ്രവാസികളുമായി INS ജലാശ്വ ഇന്ന് കൊച്ചിയിൽ. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ്-19 സ്ഥിരീകരിച്ചത് ഒരാൾക്ക് മാത്രം. 10 പേർ കൂടി ഇന്നലെ രോഗമുക്തരായി. ഇനി ചികിത്സയിലുള്ളത് 16 പേർ മാത്രം. രാജ്യത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1886 നിലവിൽ ചികിത്സയിലുള്ളത് 37,916 പേർ. മഹാരാഷ്ട്രയിൽ മാത്രം മരിച്ചത് 694 പേർ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടെ രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് $500 ദശലക്ഷം പദ്ധതി. കോവിഡ് ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾക്കെതിരെ പൊരുതാൻ ആരോഗ്യ സംവിധാനങ്ങളെ മികവുറ്റതാക്കുക ലക്ഷ്യം. ലോകത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,76,000 കടന്നു. സ്പെയിനെയും ഇറ്റലിയെയും മറികടന്ന് രോഗബാധിതരുടെ എണ്ണത്തിൽ ബ്രിട്ടൻ 2ാമത്. വാർത്തകൾ വിശദമായി. ബഹ്റൈനിൽ നിന്നും 182 യാത്രക്കാരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി കേരളത്തിലെത്തുന്ന 4ാമത്തെ വിമാനമാണിത്. 5 കൈക്കുഞ്ഞുങ്ങളും 30 ഗർഭിണികളും അടങ്ങിയ സംഘമാണ് രാത്രി 11:30 എത്തിച്ചേർന്നത്. വിമാനത്തിലെത്തിയവരെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കിയ ശേഷമാണ് നിരീക്ഷണത്തിലാക്കുന്നത്. ഇതിൽ എറണാകുളം ജില്ലയിൽ നിന്ന് 35 പേരും തൃശൂരിൽ നിന്ന് 37 പേരും കോട്ടയം ജില്ലയിൽ നിന്ന് 23 പേരുമുണ്ട്. വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും സംഘത്തിൽ ആളുകളുണ്ട്. ഇതുകൂടാതെ കർണാടകത്തിൽ നിന്ന് 3 പേരും ഒരു തമിഴ്നാട് സ്വദേശിയും ഫ്ളൈറ്റിലെത്തിയിട്ടുണ്ട്. അടിയന്തര ചികിത്സയ്ക്കെത്തിയ 4 പേരെ ആശുപത്രിയിലേക്കും ഗർഭിണികളെയും പ്രായമായവരെയും കുട്ടികളെയും വീടുകളിലേക്കും ബാക്കിയുള്ളവരെ എറണാകുളത്തും വിവിധ കേന്ദ്രങ്ങളിലും സജ്ജമാക്കിയ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്കും അയച്ചു. വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരിൽ ഫസ്റ്റ് ഓഫീസർ ഒഴികെ ബാക്കി എല്ലാവരും മലയാളികളായിരുന്നു. കനത്ത സുരക്ഷയായിരുന്നു വിമാനത്താവളത്തിനുള്ളിലും പരിസരത്തും ഒരുക്കിയിരുന്നത്. യാത്രക്കാരെ എയ്റോ ബ്രിഡ്ജ് മുതൽ വീടുകളിലോ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലോ എത്തിക്കുന്നതുവരെ പോലീസ് അകമ്പടി നൽകും. ഹോം ക്വാറന്റൈനിൽ അയക്കുന്നവരെ വീടുകളിലെത്തിച്ച് ആരോഗ്യ പ്രവർത്തകർക്ക് കൈമാറും. ഗവൺമെന്റ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പോലീസ് നിരീക്ഷണവുമുണ്ട്. വ്യാഴാഴ്ച രാത്രി അബുദാബിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനമാണ് വന്ദേഭാരത് മിഷന്റെ ഭാഗമായി കേരളത്തിലെത്തിയ ആദ്യ വിമാനം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. സൌദി അറേബ്യയിലെ റിയാദിൽ നിന്ന് 142 പ്രവാസി മലയാളികൾ ഉൾപ്പെടെ 152 പേർ ഇന്നലെ കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചെത്തി. 8 കർണാടക സ്വദേശികളും 2 തമിഴ്നാട് സ്വദേശികളും ഇവരോടൊപ്പമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 8:03 യാത്രക്കാരുമായി AI-922 എയർ ഇന്ത്യ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡ് ചെയ്തത്. യാത്രക്കാരിൽ 128 പേർ മുതിർന്നവരും 24 കുട്ടികളുമായിരുന്നു. യാത്രക്കാരെ കോവിഡ് ജാഗ്രതാ പരിശോധനകൾക്ക് വിധേയരാക്കി. പ്രവാസികളുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും ഹൃദയത്തിൽ തൊട്ട് വന്ദേ ഭാരത് ദൌത്യം ജനകീയമാവുകയാണ്. കോവിഡ് പടർത്തിയ ഭീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ അകപ്പെട്ടവരുമായി കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ 2ാമത്തെ വിമാനമായിരുന്നു ഇന്നലത്തേത്. ഒറ്റപ്പെട്ട ലോകത്ത് നിന്ന് കരയിലേക്ക് 152 പേരാണ് എയർ ഇന്ത്യ വിമാനത്തിൽ പറന്നിറങ്ങിയത്. 140 84 ഗർഭിണികൾ, 4 കുട്ടികൾ. കർണാടകയിൽ നിന്ന് 8 തമിഴ്നാട്ടുകാരായ 2 പേരും. ഇവരായിരുന്നു റിയാദ് വിമാനത്തിലുണ്ടായിരുന്നത്. സംഘത്തിലുണ്ടായിരുന്ന ഗർഭിണികളുടെ സുരക്ഷ മുൻനിർത്തി ആരോഗ്യ സംഘത്തിൽ ഗൈനോക്കോളജിസ്റ്റും പ്രത്യേകം പരിശീലനം സിദ്ധിച്ച സ്റ്റാഫ് നഴ്സുമാരും കൂടുതൽ അമൃത സൗകര്യങ്ങളും വിമാനത്താവളത്തിൽ സജ്ജമാക്കിയിരുന്നു. 20 അംഗങ്ങളുള്ള സംഘമായി പുറത്തിറങ്ങിയ യാത്രക്കാരെ വിമാനത്താവളത്തിൽ വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി. പിന്നീട് ഇവരെ വീടുകളിലേക്കും ആശുപത്രിയിലേക്കും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്കും മാറ്റി. വിദേശ രാജ്യങ്ങളിലെ വാടക മുറിക്കുള്ളിൽ കൊറോണ വൈറസ് തടങ്കിലാക്കിയവരുടെ ഏക പ്രതീക്ഷയാണ് വന്ദേ ഭാരത്. കടുത്ത വെല്ലുവിളികളെ മറികടന്ന് ഭാരതത്തിന്റെ പൌരന്മാരെ സുരക്ഷിത ചിറകിലേറ്റി ജന്മനാട്ടിലെത്തിക്കുമ്പോൾ അത് കരുതലിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഊഷ്മള അനുഭവമായി മാറുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കരിപ്പൂരിൽ നിന്ന് സുരേഷ് എടപ്പാൾ.
ധാക്കയിൽ നിന്നുള്ള 168 ഇന്ത്യൻ വിദ്യാർത്ഥികളടങ്ങുന്ന ആദ്യ സംഘത്തെ വഹിച്ച് എയർ ഇന്ത്യ വിമാനം ശ്രീനഗറിൽ എത്തിച്ചേർന്നു. ശ്രീനഗർ താഴ്വരയിലെ വിവിധ ജില്ലകളിലുള്ള വിദ്യാർത്ഥികളാണ് വന്ദേ ഭാരത് മിഷന്റെ കീഴിൽ ഇന്നലെ തിരിച്ചെത്തിയതെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. സിംഗപ്പൂരിൽ നിന്നും 234 ഇന്ത്യൻ പൌരന്മാരെ വഹിച്ചുള്ള മറ്റൊരു വിമാനം ഇന്നലെ ഡൽഹിയിലെത്തി. സിംഗപ്പൂരിലെ ഹൈക്കമ്മീഷണർ ജാവേദ് അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ എംബസി സംഘത്തിന്റെ പിന്തുണയ്ക്ക് മന്ത്രി നന്ദി അറിയിച്ചു. ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സംഘത്തെയും കമ്മീഷണർ റിവ ഗാംഗുലി ദാസിന്റെയും പ്രവർത്തനങ്ങളെയും വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ദുബായിൽ നിന്ന് 2 വിമാനങ്ങളാണ് ഇന്നലെ ചെന്നൈയിലെത്തിയത്. 179 യാത്രക്കാരുമായി ആദ്യ വിമാനം രാത്രി 8:10-നും 177 യാത്രക്കാരുമായി രണ്ടാമത്തെ വിമാനം രാത്രി വൈകി 12:25-നുമാണ് ചെന്നൈയിലെത്തിയത്. ഈ വിമാനങ്ങളിൽ 37 ഗർഭിണികൾ, 42 രോഗികൾ, വിനോദസഞ്ചാരികൾ, പ്രായമുള്ളവർ ഉൾപ്പെടെയുള്ളവരായിരുന്നു. സംഘാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്ന വന്ദേ ഭാരത് ദൌത്യത്തിന്റെ 2ാം ഘട്ടം ഈ മാസം 15-ന് തുടങ്ങും. ഈ ഘട്ടത്തിൽ റഷ്യ, ജർമ്മനി, തായ്ലൻഡ്, ഫ്രാൻസ്, സ്പെയിൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കും. ഈ ആഴ്ച 12 രാജ്യങ്ങളിൽ നിന്നായി 15,000-ഓളം ഇന്ത്യക്കാരെയാണ് തിരികെ എത്തിക്കുക. 64 വിമാനങ്ങളിലായി രാജ്യത്തെ 14 വിമാനത്താവളങ്ങളിലേക്ക് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കും. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിൽ നിന്നും 14 വിമാനങ്ങൾ പുറപ്പെടും. യുഎസിൽ നിന്നും 4 വിമാനങ്ങളിലും യുകെയിൽ നിന്നും 7 വിമാനങ്ങളിലും നാട്ടുകാരെ തിരികെ എത്തിക്കും. 698 ഇന്ത്യക്കാരെ വഹിച്ചുള്ള ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ജലാശ്വ മാലദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രസേതു മിഷന്റെ ഭാഗമായാണ് കപ്പലെത്തുന്നത്. നാളെ രാവിലെ കപ്പൽ കൊച്ചിയിലെത്തും. മിഷന്റെ ഭാഗമായി 2000-ഓളം ഇന്ത്യക്കാരെ മാലദ്വീപിൽ നിന്ന് തിരിച്ചെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. തൂത്തുക്കുടിയിലേക്കുള്ള മറ്റൊരു നാവികസേനാ കപ്പൽ INS മഗർ നാളെ മാലദ്വീപിൽ നിന്ന് യാത്ര തിരിക്കുമെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് സുധി അറിയിച്ചു. 200 യാത്രക്കാരാണ് ഇതിലുണ്ടാവുക. മാലിയിൽ നിന്നും ഇതാദ്യമായാണ് ഇത്രയും വലിയ സംഘത്തെ ഒഴിപ്പിക്കേണ്ടി വന്നതെന്നും ഇതിനായി സഹകരിച്ച മാൽദ്വീപ്സ് ഗവൺമെന്റിന് നന്ദി അറിയിക്കുന്നതായും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് സുധീർ അറിയിച്ചു. In the next 36 to 40 hours, it should reach Kochi, and I would like to thank the Indian Navy to make the ship available under Operation Samudra Setu. കോവിഡ്-19 പശ്ചാത്തലത്തിൽ മാലിയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കാനുള്ള നടപടിക്രമത്തിൽ യാതൊരുവിധ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ നേരിടേണ്ടി വന്നില്ലെന്ന് പാലക്കാട് സ്വദേശിയായ പ്രദീപ്. It's a very great thing that the High Commission did for us. And we don't have any issue till now. We got everything with proper guidelines, all the things done by High Commission's hats off to them. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സൌകര്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 2.5 വർഷമായി മാലിയിൽ ജോലി ചെയ്യുന്ന തനിക്ക് ഈ അവസരത്തിൽ നാട്ടിലെത്താൻ എല്ലാ പിന്തുണയും ലഭിച്ചതായി രമ്യ പറയുന്നു. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഞാനൊരു പ്രഗ്നന്റ് വുമനാണ്. എല്ലാ കാര്യങ്ങൾക്കും സഹായം എല്ലാ തരത്തിലും ഇവർ ചെയ്തു തരുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നാട്ടിൽ ചെന്നിട്ട് അറിയില്ല, വീട്ടിൽ നിന്നൊന്നും വരില്ലെന്നോ ഒന്നും വരുന്നില്ലെന്നാ വരാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറയും. ശരിക്കും എല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്തു തന്നു. വളരെ നന്ദിയുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ എല്ലാ സഹായങ്ങളും തങ്ങൾക്ക് ലഭിച്ചുവെന്നും അതിൽ സംതൃപ്തരാണെന്നും മാലിയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്ന ജംഷീർ പ്രതികരിച്ചു. മാലദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇതുപോലൊരു ഇവാക്വേഷൻ നമ്മൾ നേരിട്ട് കാണുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെയും അതേപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ഇവാക്വേഷൻ ഇത്രയധികം സഹായത്തോടുകൂടെ ഇന്ത്യൻ നേവിയുടെ സഹായത്തോടുകൂടിയും ഇവിടെ നിന്ന് മാലദ്വീപിൽ നിന്നും ഞങ്ങൾ കേരളത്തോട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. 2 ദിവസത്തെ ജേണിയാണ്. ഈ 2 ദിവസത്തെ ജേണിയിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ഇതുപോലുള്ള എല്ലാ സഹായവും ഞങ്ങൾ സംതൃപ്തരുമാണ്. ഈ ഒരു സഹായത്തിന് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനും നമ്മുടെ മുന്നിൽ രേഖപ്പെടുത്തുന്നു. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്ന് 3 വിമാനങ്ങൾ കൊച്ചിയിലെത്തും. മസ്കറ്റിൽ നിന്നുമുള്ള എയർ ഇന്ത്യ വിമാനം രാത്രി 8:50-നും കുവൈറ്റിൽ നിന്നുള്ള മറ്റൊരു വിമാനം 9:15-ഓടെയും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. ദോഹയിൽ നിന്നുള്ള വിമാനം പുലർച്ചെ 1:40-ഓടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവാസി മലയാളികളെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം നാളെ രാത്രി 10:45-നെത്തും. ദോഹയിൽ നിന്നുള്ള വിമാനത്തിൽ 200-ഓളം യാത്രക്കാരാണ് എത്തുക.
തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞായറാഴ്ച രാത്രി 10:45 ദോഹയിൽ നിന്നുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് വന്ദേ ഭാരതത്തിന്റെ ഭാഗമായി ആദ്യത്തെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തുകയാണ്. 200ഓളം പേരാണ് ഇതുവരെ ഉണ്ടാകുമെന്നുള്ള കണക്ക്. അതായത് 180ഓളം പേർ തീർച്ചയായിട്ടും ഈ വിമാനത്തിലുണ്ടാവും. കാരണം അവസാന സ്കാനിങ്ങിന് ശേഷം മാത്രമേ അന്തിമ യാത്രക്കാരുടെ പട്ടികയും എണ്ണവും നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ഞായറാഴ്ച രാത്രി 10:50 ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പൂർത്തിയായിട്ടുണ്ട്. തെർമൽ സ്കാനിംഗ് ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തെർമൽ ക്യാമറ സ്കാനിംഗ് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും PPE ധരിച്ചായിരിക്കും ഇവരെത്തുന്നത്. അവരെ പരിശോധിക്കുന്നു. അവരെ പരിശോധിച്ച ശേഷം അവരെ 14 ദിവസത്തേക്ക് ക്വാറന്റൈനിൽ വിടുന്നു. അതിൽ അവിടെ പരിശോധിക്കുന്നതിൽ മാത്രമല്ല, ഇവിടെ വന്ന ശേഷം ഈ 4 മണിക്കൂർ യാത്രക്കിടയിൽ എന്തെങ്കിലും അവർക്ക് ശാരീരിക വ്യത്യാസങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതും അറിയേണ്ടതായുണ്ട്. അതിനുശേഷം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുന്നു. അവർക്ക് തിരുവനന്തപുരത്താണ് ഇറങ്ങുന്നതിലും സ്വന്തം നാട്ടിലേക്ക് ക്വാറന്റൈനിൽ പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള ബസ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. 200ഓളം യാത്രക്കാർക്കുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പം ഞായറാഴ്ചത്തേക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഒരു ദിവസം അവശേഷിക്കുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കും. വിദേശ മലയാളികളെ കൊണ്ടുവരുന്നതിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. ചൊവ്വാഴ്ച ദുബായിൽ നിന്നാണ് പ്രവാസികളുമായി കണ്ണൂരിലേക്ക് ആദ്യ വിമാനം എത്തുക. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഗൾഫിൽ നിന്ന് പ്രവാസികളെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഇന്നലെ ഹൈക്കോടതി പരിഗണിച്ചത്. പ്രവാസികളെ എത്തിച്ചു തുടങ്ങിയതായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഹൈക്കോടതിയെ അറിയിച്ചു. നിരീക്ഷണ കാലാവധി സംബന്ധിച്ച് ആശയക്കുഴപ്പം കാരണമാണ് കൂടുതൽ വാദത്തിനായി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയത്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ 14 ദിവസത്തെ കേന്ദ്രീകൃത നിരീക്ഷണത്തിൽ കഴിയണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. എന്നാൽ ക്വാറന്റൈൻ ദിവസങ്ങൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കേന്ദ്ര ഗവൺമെന്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാനം കോടതിയിൽ വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി ആവശ്യം പരിശോധിച്ചു വരികയാണെന്നും കേരളം ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൽ NHM വഴി 3770 താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ച് നിയമനം നടത്തിവരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഒരാളാണ് പോസിറ്റീവ്, 10 പേർക്ക് നെഗറ്റീവാണ്. പോസിറ്റീവായത് എറണാകുളത്താണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്നതാണ്. വൃക്ക രോഗി കൂടിയാണ്. കണ്ണൂർ ജില്ലയിൽ 10 പേരുടെ ഫലം നെഗറ്റീവായി. ചെന്നൈയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കാണ് ഈ കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇദ്ദേഹം വൃക്ക രോഗി കൂടിയാണ്. സംസ്ഥാനത്തെ 10 പേർ രോഗമുക്തരായി. 10 പേരും കണ്ണൂർ ജില്ലയിൽ ചികിത്സയിൽ കഴിഞ്ഞവരാണ്. 16 പേർ മാത്രമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത്. കണ്ണൂർ 5ഉം വയനാട് 4ഉം കൊല്ലത്ത് 3ഉം ഇടുക്കി, എറണാകുളം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തരുമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 20,157 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതുവരെ 35,886 സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചു. 36 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. കോവിഡിന്റെ 3ാം വരവ് ചെറുക്കാൻ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണ്. ഇനിയുള്ള നാളുകൾ ജാഗ്രതയോടെയും ഐക്യത്തോടെയും ഇടപെടണം. ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ കോവിഡ്-19 ബാധിച്ച 118 പേരിൽ 113 പേരുടെയും രോഗം ഭേദമായി. ഇനി 5 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ 10 പേരാണ് രോഗമുക്തരായത്. ചെറുവാഞ്ചേരിയിലെ ഒരു വീട്ടിൽ രോഗം ബാധിച്ച 10 പേരിൽ 9 പേരുടെയും രോഗം മാറി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ. കണ്ണൂർ ജില്ലയിൽ കോവിഡ്-19 രോഗം ബാധിച്ച് ഇനി 5 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ 10 പേരുടെ രോഗമാണ് ഭേദമായത്. മൂര്യാട് സ്വദേശികളായ 4 പേരും എരിപുരം, ചെറുവാഞ്ചേരി, പെരളശ്ശേരി, പത്തായക്കുന്ന്, പെരിങ്ങത്തൂർ, മൊകേരി സ്വദേശികളുമാണ് ഇന്നലെ രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. ഇതോടെ ജില്ലയിൽ കൊറോണ ബാധിച്ച 118 പേരിൽ 113 പേരുടെയും രോഗം മാറി. ചെറുവാഞ്ചേരിയിലെ രോഗം പിടിപെട്ട ഒരു വീട്ടിലെ 10 പേരിൽ 9 പേരുടെയും രോഗം ഭേദമായിട്ടുണ്ട്. ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് 197 പേരാണ്. ഇതിൽ 50 പേർ ആശുപത്രി നിരീക്ഷണത്തിലാണ്. അതിനിടെ വിദേശ മലയാളികളെ കൊണ്ടുവരുന്നതിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വിമാനത്താവളത്തിലെ ക്ലീനിംഗ്, ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ഉൾപ്പെടെയുള്ള
ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും പാലിച്ചാണ് ജോലി ചെയ്യുന്നതെന്നും ഇക്കാര്യത്തിൽ പ്രദേശവാസികൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കണ്ണൂരിൽ നിന്നും കെ.ഒ. ശശിധരൻ. അട്ടപ്പാടിയിൽ കോവിഡ് നിരീക്ഷണത്തിലായിരുന്ന യുവാവിന്റെ മരണം കോവിഡ് ബാധ മൂലമല്ലെന്ന് സ്ഥിരീകരിച്ചു. കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്നാണ് ഇത് സ്ഥിരീകരിച്ചത്. 2 ദിവസം മുൻപ് പനിയെ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷോളയൂർ വരങ്കമ്പാടി സ്വദേശി കാർത്തിക്കാണ് മരണമടഞ്ഞത്. രോഗം കൂടിയതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു മരണം. വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന് ക്വാറന്റൈനിൽ കഴിയുന്നവരും വീട്ടിലേക്ക് പോയവരും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിലെ റെഡ് സോണിൽ നിന്ന് വരുന്നവരെ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് തന്നെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റും. 75 വയസ്സിന് മുകളിലുള്ളവരും ഗർഭിണികളും 14 ദിവസം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞാൽ മതിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തേക്ക് തിരിച്ചുവരുന്നവരെല്ലാം ശാരീരിക അകലം കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വീട്ടിലെത്തുന്നവർ അശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഇവരെ സന്ദർശിക്കുന്നത് കർശനമായി ഒഴിവാക്കണം. ക്വാറന്റീൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. ക്വാറന്റീൻ കേന്ദ്രങ്ങളിൽ കർശനമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഓരോ കേന്ദ്രത്തിലും ഗവൺമെന്റ് പ്രതിനിധികളുണ്ട്. തിരിച്ചെത്തുന്ന പ്രവാസികളുമായി അഭിമുഖം നടത്താൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കരുത്. പാസ് വിതരണം നിർത്തിവച്ചിട്ടില്ല. എന്നാൽ ഇതിൽ ക്രമീകരണം നടത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 86,679 പേർ പാസുകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതില് 37,801 43.71% ആളുകൾ റെഡ് സോൺ ജില്ലകളിലുള്ളവരാണ്. രജിസ്റ്റർ ചെയ്തവരിൽ 45,814 പേർക്ക് പാസ് നൽകിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുവരെ 10,855 പേർ കേരളത്തിൽ തിരിച്ചെത്തി. ഇതിൽ 8,912 പേർ റെഡ് സോൺ ജില്ലകളിൽ നിന്നുമുള്ളവരാണ്. ഇവരെ ക്വാറന്റൈനിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. 14 ദിവസമാണ് ക്വാറന്റൈനിൽ കഴിയേണ്ടത്. വരുന്നത് റെഡ് സോണിൽ നിന്നായതുകൊണ്ട് മാത്രം അവരെ തടയില്ല. എന്നാൽ രജിസ്റ്റർ ചെയ്യാതെ വരുന്നവരെ കടത്തിവിടില്ല. അതിർത്തി കടക്കുന്നവരെ കൃത്യമായ പരിശോധനയില്ലാതെ കടത്തിവിടില്ല. ശാരീരിക അകലം പാലിക്കാതെയോ വിവരങ്ങൾ മറച്ചുവച്ചോ വരരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിൽ കുടുങ്ങിയവരെ കപ്പലിൽ കൊച്ചിയിലെത്തിച്ച് പരിശോധനയ്ക്ക് ശേഷം വീടുകളിലേക്ക് വിടും. ദ്വീപിൽ നിന്നെത്തുന്ന മറ്റു സംസ്ഥാനത്തിലുള്ളവർക്ക് ഇവിടെ ക്വാറന്റൈൻ സൌകര്യമൊരുക്കും. 24,088 അതിഥി തൊഴിലാളികൾ അവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. ബീഹാറിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചുപോയത്. ജില്ല വിട്ട് യാത്ര ചെയ്യുന്ന സ്വകാര്യ മേഖലയിലുള്ളവർക്കായി പ്രത്യേക പാസ് നൽകും. അഭിഭാഷകർക്ക് അന്തർജില്ലാ യാത്ര അനുവദിക്കും. ഓൺലൈൻ സംവിധാനത്തിൽ പാസ് ലഭിക്കാത്തവർക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയും പാസ് വാങ്ങാം. ഓട്ടോറിക്ഷകൾക്ക് സവാരി നടത്താൻ ഇപ്പോൾ അനുമതിയില്ല. എന്നാൽ ചെറുയാത്രകൾക്ക് ഇവ ഉപയോഗിക്കാം. ഓട്ടോറിക്ഷകൾക്ക് അനുമതി നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് വിവേചനപൂർവ്വം നടപ്പാക്കണം. തുടർച്ചയായി പ്രവർത്തനം ആവശ്യമായ വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാം. വിശാഖപട്ടണം സംഭവത്തിന്റെ വെളിച്ചത്തിൽ രാസവസ്തുശാലകളിലും വ്യവസായശാലകളിലും സുരക്ഷ ഉറപ്പാക്കും. സുഭിക്ഷ കേരളം പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാവരും പങ്കാളികളാകണം. കർഷകരുടെ വരുമാനം, സ്വയം പര്യാപ്തത തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ സാഹചര്യമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. വിദേശത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ താലൂക്ക് തലത്തിൽ ക്വാറന്റൈൻ ചെയ്യുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 താലൂക്ക് കേന്ദ്രങ്ങളിലും തയ്യാറാക്കിയിട്ടുള്ള ക്വാറന്റൈൻ സെന്ററുകളെ പ്രവർത്തന സജ്ജമാക്കി പ്രവർത്തനങ്ങളെ വികേന്ദ്രീകരിച്ച് പരാതിരഹിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചത്. തിരിച്ചെത്തുന്നവരെ അവരുടെ താലൂക്കിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യാനാണ് തീരുമാനം. 20,000-ഓളം പേരെ ഉൾക്കൊള്ളാനാകുന്ന സൌകര്യങ്ങൾ ഇപ്പോൾ സജ്ജമാണ്. തിരിച്ചെത്തുന്നവർക്ക് സ്വന്തം ചെലവിലെ ക്വാറന്റൈൻ ആലോചനയിലാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അവർക്കത് മതിയാവില്ല. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കൌമാരക്കാർക്ക് വേണ്ടി എന്റെ സ്വീറ്റ് ചലഞ്ച് എന്ന പേരിൽ ക്യാമ്പയിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ ശൈലജ നിർവഹിച്ചു. ആരോഗ്യകരമായ ചലഞ്ചുകളിലൂടെ കൌമാരക്കാരുടെ ഉള്ളിലുള്ള പ്രതിഭ തിരിച്ചറിയാനും മാനസികാരോഗ്യം നിലനിർത്താനും മറ്റ് അനാരോഗ്യകരമായ പ്രവണതകളിലേക്ക് അവർ വീഴാതിരിക്കാനുമാണ് ആരോഗ്യവകുപ്പ് ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പിന്നണി ഗായകൻ വിധു പ്രതാപും പത്നിയും ആരോഗ്യവകുപ്പുമായി ചേർന്ന് ക്യാമ്പയിന് നേതൃത്വം നൽകും.
വിദേശത്തു നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികളെ നിരീക്ഷണത്തിൽ പാർപ്പിക്കാൻ ആവശ്യമായി വന്നാൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും ഏറ്റെടുക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ഘട്ടം നൽകി അതും കൂടി ഫർണിഷ് ചെയ്തിട്ട് അതും കൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പഞ്ചായത്തുകളിൽ വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റുകൾ അനുസരിച്ച് നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും അത് ഒക്യുപ്പൈ ചെയ്യാവുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 13,000-ഓളം മുറികൾ സജ്ജീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഉടമസ്ഥന്മാരോട് സംസാരിച്ച് നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്നതാണ്. രാജ്യത്ത് കോവിഡ്-19 രോഗവിമുക്തരാകുന്നവരുടെ നിരക്ക് 29.36% ഉയർന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,390 പുതിയ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. 1,279 പേർ കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ രോഗമുക്തരുമായി. രാജ്യത്ത് 215 ജില്ലകളിൽ പുതുതായി കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 7 ദിവസങ്ങൾക്കുള്ളിൽ 46 ജില്ലകളിലും കഴിഞ്ഞ 21 ദിവസങ്ങൾക്കിടെ 29 ജില്ലകളിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 21 ആശുപത്രികളിൽ പ്ലാസ്മ തെറാപ്പി സംബന്ധിച്ച് ക്ലിനിക്കൽ ട്രയൽ നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. कोविड-19 से क्योर हो चुके हैं और टोटल 37,916 केसेज एक्टिव मेडिकल सुपरविजन में हैं. पिछले 24 घंटे में अगर हम देखें तो पाते हैं कि कंफर्म केसेज की संख्या में 3,390 केसेज का इंक्रीज. നിലവിൽ ചികിത്സയിലുള്ള 4.7% പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 3.2% പേർ കൃത്രിമ ഓക്സിജന്റെ സഹായത്തോടെയും 1.1% പേർ വെന്റിലേറ്ററിലുമാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്ന പ്രവാസികൾക്കുള്ള സൌകര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. വിശദമായ വിലയിരുത്തലിന് ശേഷം ഗ്രീൻ, ഓറഞ്ച്, റെഡ് സോണുകൾ സംബന്ധിച്ച പുതുക്കിയ പട്ടിക സംസ്ഥാനങ്ങൾക്ക് കൈമാറുമെന്ന് ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പുണ്യസലില ശ്രീവാസ്തവ അറിയിച്ചു. बोर्डिंग के पहले सभी यात्री अंडरटेकिंग देंगे कि वे भारत में आगमन पर 14 दिनों तक न्यूनतम अवधि के लिए अपने खर्चे पर अनिवार्य इंस्टीट्यूशनल क्वारंटाइन में रहेंगे. गंतव्य पर पहुंचकर सभी की मेडिकल जांच की जाए. രാജ്യത്ത് കോവിഡ്-19 സ്ഥിരീകരിച്ചവരുടെ എണ്ണം 56,342 കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,886 ഉയർന്നു. നിലവിൽ 37,916 പേരാണ് ചികിത്സയിലുള്ളത്. 16,539 പേർ രോഗമുക്തി നേടി. കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 17,974 മരണസംഖ്യ 694 ഉയർന്നു. ഗുജറാത്തിൽ 7,012 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 425 പേർ മരണമടഞ്ഞു. ഡൽഹിയിൽ 5,980 പേർക്ക് രോഗം ബാധിക്കുകയും 66 പേർ മരിക്കുകയും ചെയ്തു. മധ്യപ്രദേശിൽ 3,252 പേർ രോഗബാധിതരാണ്. 193 പേർ മരിച്ചു. ഉത്തർപ്രദേശിൽ 62 പേരും പശ്ചിമബംഗാളിൽ 181 പേരുമാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ 5,403 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 37 പേർ മരിച്ചു. രാജസ്ഥാനിൽ മരണസംഖ്യ 97 3,427 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പഞ്ചാബിൽ 28 ആന്ധ്രയിൽ 38 തെലങ്കാനയിൽ 29 പേർ ഇതുവരെ മരിച്ചു. ജമ്മുകശ്മീരിൽ 9 ഹരിയാനയിൽ 7 പേരും മരിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ 24 മണിക്കൂറിനിടെ 23 പേർ മരിച്ചതോടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. കോവിഡിനെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് $500 ദശലക്ഷം പദ്ധതിക്ക് തുടക്കമിട്ടു. ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച കരാറിൽ സാമ്പത്തികകാര്യ അഡീഷണൽ സെക്രട്ടറി സമീർ കുമാർ ഖാരെയും ബാങ്ക് ഡിജി രജത് മിശ്രയും ഒപ്പുവച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കോവിഡ് ബാധിതർക്കും രോഗാതുര സമൂഹങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഗുണഫലം ലഭ്യമാകുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾക്കെതിരെ പൊരുതാൻ രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങളെ മികവുറ്റതാക്കുകയാണ് ലക്ഷ്യം. വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റൈൻ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അനുബന്ധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സ്വകാര്യ ഹോട്ടലുകൾ, സർവീസ് അപ്പാർട്ട്മെന്റുകൾ, ലോഡ്ജുകൾ എന്നിവയ്ക്കാണ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. ക്വാറന്റൈനാക്കി മാറ്റുന്ന സ്ഥാപനങ്ങളിൽ മറ്റ് പ്രവർത്തനങ്ങൾ പാടില്ല. ശുചിമുറി അടങ്ങിയ താമസ സൌകര്യത്തിന് സംസ്ഥാന ഗവൺമെന്റുകളുമായി ആലോചിച്ച് വാടക ഏർപ്പെടുത്താം. രോഗമുണ്ടെന്ന് സംശയിക്കുന്നതോ രോഗം സ്ഥിരീകരിച്ചവരോ ആയ ആളുകൾക്ക് ഐസൊലേഷൻ ഒരുക്കുമ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിക്കണം. മറ്റുള്ളവരുമായി രോഗികൾ സമ്പർക്കത്തിലാകുന്നില്ലെന്ന് സ്ഥാപന ഉടമകൾ ഉറപ്പാക്കണം. പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം ഐസൊലേഷൻ ലഭ്യമാക്കണം. സൌകര്യങ്ങളും സ്ഥിതിഗതികളും സംബന്ധിച്ച് ഡോക്ടർ ദിവസേന വിലയിരുത്തൽ നടത്തണം. ഇതുകൂടാതെ ജില്ലാ ജാഗ്രതാ ഓഫീസർക്ക് ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുകയും വേണം. ICMR അംഗീകരിച്ച ലാബുകളുമായി സാമ്പിൾ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കണം. ഐസൊലേഷനിലുള്ള ആൾക്കാരെ സന്ദർശിക്കാൻ ആരെയും അനുവദിക്കരുത്. ഫോൺ സൌകര്യം ഒരുക്കാം. വൈഫൈ സൌകര്യം ലഭ്യമാക്കുകയും ആരോഗ്യസേതു ആപ്പ് ഡൌൺലോഡ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ അനുബന്ധ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു.
CBSE 10-12 ക്ലാസുകളിലെ ശേഷിക്കുന്ന പരീക്ഷകൾ ജൂലൈയിൽ നടത്തുമെന്ന് കേന്ദ്ര മാനവശേഷി മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. ജൂലൈ 1 മുതൽ 15 വരെയാണ് തീയതികൾ. രാജ്യത്ത് ആകെ ഇനി നടക്കാനുള്ളത് 12 വിഷയങ്ങളിലെ പരീക്ഷകളാണ്. കോവിഡ് ബാധയെ തുടർന്ന് രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌൺ മൂലമാണ് പരീക്ഷകൾ മാറ്റിവച്ചിരുന്നത്. പരീക്ഷാഫലം ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ മാസം 1 മുതൽ ഇതുവരെ രാജ്യത്തെമ്പാടുമായി 200 ശ്രമിക് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തിയതായി റെയിൽവേ. ഇതുവഴി 2 ലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികളെ അവരുടെ സ്വദേശത്തേക്ക് എത്തിക്കുവാനായി. ഇന്നലെ മാത്രം 40 ശ്രമിക് ട്രെയിനുകൾ യാത്ര ആരംഭിച്ചു. എല്ലാ ട്രെയിനുകളിലും 72 പേർക്ക് യാത്ര ചെയ്യാവുന്ന 24 കോച്ചുകളാണുള്ളത്. എന്നാൽ സാമൂഹിക അകലം പാലിക്കാനായി ഒരു കോച്ചിൽ 54 പേരെ മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. മിഡിൽ ബർത്തുകളിൽ യാത്രക്കാരെ അനുവദിക്കില്ല. ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ശ്രമിക് ട്രെയിനുകൾ സർവീസ് നടത്തിയത്. കേരളമാണ് 2ാം സ്ഥാനത്ത്. ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കുമാണ് ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തിയത്. സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ 21 തീവണ്ടികളിലായി 24,000-ത്തിലധികം അതിഥി തൊഴിലാളികളാണ് സ്വദേശത്തേക്ക് മടങ്ങിയത്. ബീഹാറിലേക്ക് 10,000-ത്തിലധികം പേർ മടങ്ങി. ഒഡീഷ, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് തൊഴിലാളികൾ മടങ്ങിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1,140 പേർ പ്രത്യേക ട്രെയിനിൽ ജന്മനാട്ടിലേക്ക് യാത്ര തിരിച്ചു. തൃശൂർ കോർപ്പറേഷനുള്ളിലെ ക്യാമ്പുകളിൽ നിന്നും 397 പേരും വിവിധ നഗരസഭകളിൽ നിന്ന് 189 പേരും പഞ്ചായത്തുകളിൽ നിന്ന് 584 പേരും ഉൾപ്പെട്ട സംഘമാണ് ഇന്നലെ യുപിയിലേക്ക് യാത്ര തിരിച്ചത്. ലോക്ഡൌൺ കാലത്ത് ജോലിയും ശമ്പളവുമില്ലാതെ വിഷമിച്ചിരുന്ന കുമരകത്തെ ഒരു കൂട്ടം കുടുംബങ്ങൾക്ക് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭിച്ചത് വലിയ സഹായമായി. റിപ്പോർട്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പരിസ്ഥിതി സൌഹാർദ്ദം, ജലസംരക്ഷണം എന്നീ ലക്ഷ്യത്തോടെ കുമരകത്ത് ആരംഭിച്ച പുറംബണ്ട് സംരക്ഷണം കർഷകർക്കും തൊഴിലാളികൾക്കും ഒരുപോലെയാണ് ഗുണം ചെയ്യുന്നത്. മൂലേപ്പാടം പാടശേഖരത്തിലെ ബണ്ടുകൾ ബലപ്പെടുത്തി 1500 മീറ്റർ നീളത്തിൽ കയർ ഭൂവസ്ത്രം വിരിക്കുന്നതോടെ ഏകദേശം 750ഓളം ഏക്കർ വരുന്ന പാടശേഖരമാണ് മടവീഴ്ചയിൽ നിന്ന് രക്ഷ നേടുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ടാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ തോടുകൾ നമുക്ക് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള ഓരോ കുടുംബങ്ങളിലെയും ദാരിദ്ര്യം അകറ്റുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കർഷകർക്കെല്ലാം ഇനി മുതൽ വർഷത്തിൽ 2 തവണ കൃഷിയിറക്കി ആദായം ഇരട്ടിയാക്കാം. 2 കൃഷിക്കാലം കംപ്ലീറ്റ് ചെയ്ത് മടവീണ് പോയൊരു പാടാണ്. കൃഷിക്കാർക്കും അതിനോടൊപ്പം തന്നെ ഈ പാടശേഖരത്തിന്റെ വരമ്പേ താമസിക്കുന്ന ആളുകൾക്ക് നല്ലൊരു സഞ്ചാരയോഗ്യമായ വഴികളെ തീരത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഇതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കോവിഡിന്റെ ആഘാതത്തിൽ തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട് കഴിയുന്ന നിരവധിയായ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നതോടെ വരുമാനം പൂർവ്വസ്ഥിതിയിലാകുകയും വീടുകളിലെ ദാരിദ്ര്യം അകറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ഒരു പണി കിട്ടിയത് കൊണ്ട് ഞങ്ങളൊക്കെ വളരെയധികം വിഷമിച്ച് ജീവിക്കുകയായിരുന്നു. ഈ ഒരു പണി കിട്ടിയത് കൊണ്ട് കൊറോണ കാലത്ത് ഞങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെട്ടു. ഈ പ്രദേശത്ത് എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രളയത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചനം നേടുക എന്നത് കുമരകത്തിന്റെ എക്കാലത്തെ സ്വപ്നമാണ്. ഈ പ്രോജക്റ്റ് എടുക്കാൻ തന്നെ കാരണം നമ്മൾ വരാൻ പോകുന്ന പ്രളയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. തൊഴിലാളികൾക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ പാടശേഖരത്തിലെ കൃഷിക്കാർക്കും ഇത് വളരെ ഗുണകരമായി. ഈ ഭൂവസ്ത്ര വിധാനത്തിലൂടെ മടവീഴ്ചയും വെള്ളം കവിഞ്ഞുകയറ്റവും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കർഷകരുടെ വിശ്വാസം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം. ഇടുക്കിയിലെ കുമളി ചെക്ക് പോസ്റ്റ് വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നലെ കേരളത്തിലെത്തിയത് 308 പേർ. 180 പുരുഷന്മാരും 85 സ്ത്രീകളും 43 കുട്ടികളുമാണ് സ്വന്തം നാട്ടിൽ എത്തിച്ചേർന്നത്. തമിഴ്നാട്ടിൽ നിന്നും 286 പേരും മഹാരാഷ്ട്രയിൽ നിന്ന് 11 പേരും കർണാടകയിൽ നിന്നും 21 പേരും തെലങ്കാനയിൽ നിന്ന് 19 പേരും പോണ്ടിച്ചേരിയിൽ നിന്നും ഒരാളുമാണ് എത്തിച്ചേർന്നത്. ഇതിൽ 185 പേർ ഇടുക്കി ജില്ലയിലേക്കുള്ളവരാണ്. റെഡ് സോണുകളിൽ നിന്നെത്തിയ 172 പേരെ അതത് ജില്ലകളിൽ ക്രമീകരിച്ചിട്ടുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു. ബാക്കിയുള്ള 136 പേരെ ഹോം ക്വാറന്റൈൻ നിർദ്ദേശിച്ച് വീടുകളിലേക്കും അയച്ചു. കോവിഡ് കാലത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ. കോവിഡ്-19 പ്രതിഫലനം ഒമാനിലും ഉണ്ടായെന്ന് തന്നെ പറയാം. പക്ഷേ അത് കൃത്യസമയത്ത് ഇവിടുത്തെ ഭരണാധികാരികളും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഇടപെട്ടതുകൊണ്ട് ഒരു പരിധിവരെ മരണം പിടിച്ചു നിർത്താൻ കഴിഞ്ഞുവെന്ന് വേണം പറയാൻ. ആകെ 13 മരണങ്ങളാണ് ഇവിടെ ഉണ്ടായത്. 8 വിദേശികളും 5 ഒമാനികളും. 2956 പേർക്കാണ് ഈ രോഗം ഇവിടെ ബാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ 960ഓളം പേര് രോഗമുക്തി നേടി പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ പിന്നെ അവശേഷിക്കുന്നത് 1998 പേരാണ് ഇപ്പം രോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നത്. മെയ് 8-ാം തീയതി വരെയാണ് ഇവിടെ ലോക്ക്ഡൌൺ നിലവിൽ വന്നിരുന്നതെങ്കിലും ഈ മാസം 29-ാം തീയതി വരെ അത് നീട്ടുകയായിരുന്നു.
29-ാം തീയതിക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇനി അത് നീട്ടിക്കൊണ്ടുപോകോ ഇല്ലേ എന്നുള്ളത്. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും മറ്റ് സംഘടനാ നേതാക്കളും എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടുന്നുണ്ട്. കാരണം ഒരു സാമൂഹ്യ വ്യാപനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒമാനിൽ മസ്കറ്റിലാണ്, ഒമാന്റെ ക്യാപിറ്റലായ മസ്കറ്റിലാണ് ഈ രോഗം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 168 പേർക്കാണ് ഈ രോഗം ബാധിച്ചത്. അതുപോലെ തന്നെ 33 വയസ്സുള്ള ഒരു ഒമാനി വനിതയുടെ മരണവും നമ്മളെ ഏറെ ദുഃഖിപ്പിച്ച ഒരു കാര്യമാണ്. ഒമാനിൽ നിന്നും റിജു രാമകൃഷ്ണനാണ് ദൂരദർശൻ സംവദിച്ചത്. ലോകത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,76,000 കടന്നു. രോഗബാധിതരുടെ എണ്ണം 40 ലക്ഷം വിട്ടു. അമേരിക്കയിൽ മാത്രം 1,600 പേരാണ് മരിച്ചത്. ആകെ മരണം 78,615 മരണസംഖ്യയിൽ യുകെയാണ് രണ്ടാമത്. 31,241 മരണം ഇവിടെ റിപ്പോർട്ട് ചെയ്തു. ഇറ്റലിയിൽ 3,201 പേർക്കും സ്പെയിനിൽ 26,291 പേർക്കും കോവിഡ് മൂലം ജീവൻ നഷ്ടമായി. ഫ്രാൻസിൽ 26,230 പേരാണ് മരിച്ചത്. ബ്രസീലിലും മരണസംഖ്യ വർദ്ധിക്കുകയാണ്. 25 പുതിയ മരണങ്ങൾ ഉൾപ്പെടെ ആകെ മരണം 10,000 പിന്നിട്ടു. റഷ്യയിൽ 1,723 മരണവും പാകിസ്ഥാനിൽ 599 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഇന്നലെ പ്രവാസികളുമായി ഇന്ത്യയിലെത്തിയത് 6 വിമാനങ്ങൾ. കേരളത്തിൽ ഇന്നലെ കൊച്ചിയിലും കോഴിക്കോട്ടുമായി എത്തിയത് 325 പേർ. വന്ദേ ഭാരത് ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം 15 മുതൽ റഷ്യയും യൂറോപ്പും. ഇന്ന് കേരളത്തിലേക്ക് 3 വിമാനങ്ങൾ. മാലദ്വീപിൽ നിന്ന് 698 പ്രവാസികളുമായി INS ജലാശ്വ കൊച്ചിയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ്-19 സ്ഥിരീകരിച്ചത് ഒരാൾക്ക് മാത്രം. 10 പേർ കൂടി ഇന്നലെ രോഗമുക്തരായി. ഇനി ചികിത്സയിലുള്ളത് 16 പേർ മാത്രം. രാജ്യത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,886 നിലവിൽ ചികിത്സയിലുള്ളത് 37,916 പേർ. മഹാരാഷ്ട്രയിൽ മാത്രം മരിച്ചത് 694 പേർ. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടെ രാജ്യത്തെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് $500 ദശലക്ഷം പദ്ധതി. കോവിഡ് ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾക്കെതിരെ പൊരുതാൻ ആരോഗ്യ സംവിധാനങ്ങളെ മികവുറ്റതാക്കുക ലക്ഷ്യം. ലോകത്ത് കോവിഡ്-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,76,000 കടന്നു. സ്പെയിനെയും ഇറ്റലിയെയും മറികടന്ന് രോഗബാധിതരുടെ എണ്ണത്തിൽ ബ്രിട്ടൻ രണ്ടാമത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്. നമസ്കാരം.